തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് 7 ജില്ലകളിൽ വളരെ ഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യ 2.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല പോളിംഗ് ശതമാനം, അത്യാവശ്യം തരക്കേടില്ലാത്തത് നല്ല മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം ഉണ്ടായി. അത് 9:15 ഏറ്റവും ഒടുവിൽ വന്നത്. അല്പസമയത്തിനകം ഈ 9:30 കണക്കൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി പോളിംഗ് ശതമാനം ഉയരാൻ ഇടയുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തും നല്ല കാഴ്ചയാണ്. അതെ, നമുക്കൊന്ന് വട്ടിയൂർക്കാവിലേക്ക് പോവാം. അവിടെ സെയിന്റ് ജോൺ സ്കൂളിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, കുറച്ചു മുമ്പ് ഉമേഷ് ഒരു വീഡിയോ അയച്ചിരുന്നു. ശ്രീകണ്ഠൻ സാറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു കൊച്ചുമിടുക്കൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉമേഷിന്റെ അടുത്ത് അവിടെയാണോ വന്നത് ആ കുഞ്ഞ്? പറയൂ, ഇനി അവിടെ കുറെ പേരുണ്ടോ? കൂടുതൽ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമേഷിന്റെ അടുത്ത്. ഉണ്ടോ അവിടെ? അതെ, അമ്മയോടൊപ്പം വന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഞാൻ അറിയിക്കാം, വേണ്ടപ്പെട്ടവരെ അറിയിക്കാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി കാണുന്നില്ല. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് മറ്റേ ഒരു ചാനലും രാവിലെ വെക്കാൻ സമ്മതിക്കില്ല, 24 മാത്രമേ വെക്കാൻ സമ്മതിക്കുള്ളൂ എന്നാണ്. എന്തായാലും കുട്ടി സ്റ്റാച്യു സെന്റ് ജോസഫ് സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ മറ്റൊരു സ്കൂളിലാണ്, സെന്റ് ജോൺസിലാണ് വട്ടിയൂർക്കാവ്. ഇതുവരെ 9:30 വരെയുള്ള പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. 9:30 വരെ നോക്കുമ്പോൾ 14.51% സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പക്ഷേ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് തുടരുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ 9.24 മാത്രമാണ് ഇതുവരെയുള്ള ടോട്ടൽ 7.44 മാത്രമാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ സാധാരണഗതിയിൽ ഇതേ രീതിയിൽ തന്നെ മന്ദഗതിയിലാണ് പോകാറ്. ഇതിലിപ്പോൾ ഈ വട്ടിയൂർക്കാവ് സെന്റ് ജോൺസിലെ ഒരു ബൂത്തിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇപ്പോൾ അല്പസമയത്തിന് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹം 5-ാം നമ്പർ ബൂത്തിലാണ് വരുന്നത്. ഇപ്പോൾ 6-ാം നമ്പർ ബൂത്തിൽ നല്ല തിരക്കുണ്ട്. പക്ഷേ 5-ാം നമ്പർ ബൂത്ത്, അതായത് ബിനോയ് വിശ്വം വോട്ട് ചെയ്യാനുള്ള ബൂത്തിൽ കാര്യമായ തിരക്കുന്നില്ല, തൊട്ടടുത്താണത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ സാധാരണഗതിയിൽ ഒരു 60% എല്ലാം എത്തിയാൽ വലിയ വോട്ടിംഗ് ശതമാനമാണ്. കഴിഞ്ഞ തവണ തന്നെ 59% ആകെ പോൾ ചെയ്ത വോട്ട്. എന്തായാലും വോട്ടർമാർ വളരെ ആർജവത്തോടു കൂടി ഇതിലേക്ക് പങ്കെടുക്കണം, വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാകണം എന്നുള്ളതാണ് ഇതോടൊപ്പം പറയാനുള്ളത്. എന്തായാലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ പോളിംഗ് ബൂത്തുകളിൽ ചില കൗതുകങ്ങളും കൂടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഈ പിങ്ക് ബൂത്തുകളെ കുറിച്ച് പറഞ്ഞതാണ്. അതോടൊപ്പം ഈ കുട്ടികൾക്കൊപ്പം അമ്മമാർക്കും അച്ഛന്മാർക്കും ഒപ്പം വരുന്ന കുട്ടികൾക്ക് ഈ സമയം അവർ ക്യൂ നിൽക്കുന്ന സമയം ആസ്വദിക്കാൻ ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ചില കൗതുകകരമായ കാഴ്ചകൾ കൂടി ചില ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യാനായി എത്തണമെന്നുള്ള ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. അത് കോർപ്പറേഷൻ മേഖലയിൽ പക്ഷേ പോളിംഗ് ഇപ്പോഴും മന്ദഗതിയിൽ തുടരുന്നു. നമ്മുടെ ഈ ബൂത്തിൽ നല്ല പോളിംഗ് ഉണ്ട്. അഷ്മി, ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ മന്ത്രി പി രാജീവും കുടുംബവും വോട്ട് ചെയ്യാനെത്തതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് ചെയ്യുന്നതും പ്രതികരണവും എല്ലാം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഉമേഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരത്താണ് കുറച്ച് ഒരു ചെറിയ തോതിലെങ്കിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ ഒരു പുതുകാഴ്ച അങ്ങനെ തന്നെയാണ്. കാര്യം അവിടുത്തെ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും അവിടുത്തെ തിരുവനന്തപുരത്തെ ട്രെൻഡ് അങ്ങനെ തന്നെയാണ്. അത് പക്ഷേ ഉയർന്നു വരും. അതായത് കളമശ്ശേരി സെന്റ് പോൾസ് സ്കൂൾ കോളേജ് ബൂത്തിൽ മന്ത്രി പി രാജീവ് കുടുംബത്തോടൊപ്പം തന്നെ വോട്ട് ചെയ്യാനെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടിയാണ് ഇതൊക്കെ കേവലം ഒരു വോട്ട് മാത്രമല്ല, നമുക്കുള്ള മാധ്യമങ്ങൾക്കുള്ള വെയിറ്റ് കൂടിയാണ്. മന്ത്രിമാരും MLA-മാരും നേതാക്കളൊക്കെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. നേരത്തെ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച വീണ ജോർജാണ്. അടൂർ പ്രകാശിന്റെ ആ പ്രസ്താവനയിൽ ഈ പറയുന്ന സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന അടൂർ പ്രകാശിന്റെ ആ പ്രതികരണത്തിൽ രൂക്ഷമായ പ്രതികരണമാണ്. അത് ആ പാർട്ടിയുടെ സ്ത്രീവിരുദ്ധ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നൊക്കെ വീണ ജോർജ് പറയുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ പോലും സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്നൊക്കെ അടൂർ പ്രകാശ് പറയേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പീൽ എന്ന് പറയുന്ന നിയമത്തിന്റെ വഴിയാണ്. അപ്പീൽ പോകുന്ന ആരൊക്കെ പറയുന്നുണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിജീവിതയുടെ നിലപാട് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നീതി കിട്ടാൻ വേണ്ടി അപ്പീൽ പോകുന്ന നിയമത്തിന്റെ വഴിയാണ്. അത് സർക്കാരിന് വേറെ പണിയില്ലാത്തതുകൊണ്ട് പോയതാണ് എന്നൊക്കെ അടൂർ പ്രകാശ് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്. നിയമമന്ത്രി പറയും. അപ്പോൾ നിയമമന്ത്രിയുടെ ചോദ്യങ്ങൾ ഉണ്ടാവും, ഉറപ്പായും പ്രതികരണം ഉണ്ടാവും. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പ്രതികരണം. ഇപ്പോൾ അന്ന് ഏറ്റവും EP ജയരാജൻ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണ്ട കാര്യമൊക്കെ രാവിലെ പറഞ്ഞ് ആ ദിവസം മൊത്തം ചർച്ചയാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ രാവിലെ പറയുന്നതൊക്കെ ആ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയായി മാറുന്ന ചില കാഴ്ചകൾ പോലും ഉണ്ട്. ഒരുപക്ഷെ അടൂർ പ്രകാശിന്റെ സർക്കാരിന് വേറെ പണി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പീൽ എന്നൊക്കെയുള്ള കടന്ന പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും പി രാജീവ് വോട്ട് ചെയ്യുകയാണ്. പി രാജീവിന്റെ പ്രതികരണം എന്തായാലും ഉണ്ടാകും. എറണാകുളത്താണ് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. എറണാകുളത്ത് അത്രത്തോളം വലിയ പോരാട്ടം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ അതിനിർണായകമാണ്. ഇടതു വലതു മുന്നണികൾക്ക് അതിനിർണായകമാണ്. റിബലുകളുണ്ട്. ഒരുപക്ഷെ ജയിച്ചേക്കും എന്ന് ഉറപ്പുള്ള മനുഷ്യന്മാരെ തോൽപ്പിക്കാൻ കരുത്തുള്ള ചില റിബൽ സ്ഥാനാർത്ഥികളൊക്കെ എറണാകുളത്തുണ്ട്. ചിലപ്പോൾ ജയിച്ചേക്കാൻ പോലും കരുത്തുള്ള റിബൽ സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞാൽ തർക്കമൊന്നും അത്ഭുതമില്ല. അല്പസമയത്തിനകം മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഉണ്ടാവുകയും വിജയൻ ചേരുന്നു.
15.3% എറണാകുളത്തിന്റെ പോളിംഗ് ശതമാനം 9.4 ആയപ്പോഴേക്കും ഉയർന്നു. അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് പോളിംഗ് ശതമാനം ഇനി വരാനുണ്ട്. എന്തായാലും നല്ല പോളിംഗ് ശതമാനം 2020 മുകളിലേക്ക് എന്തായാലും പോകും എന്ന കാര്യം ഉറപ്പിക്കുന്ന പോളിംഗ് ശതമാനമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കാണാനുള്ളത്. 2020 എറണാകുളത്ത് 81% പഞ്ചായത്തിലുണ്ടായിരുന്നു, 75.56% മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നു, കോർപ്പറേഷനിൽ 62.04%. അപ്പം എറണാകുളത്തും കോഴിക്കോടുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം. അപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു ശീലം കൂടിയാണത്. എന്തായാലും വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ആദ്യ 2.5 മണിക്കൂർ കഴിയുമ്പോൾ എറണാകുളത്താണ് ടോപ്പ് പോളിംഗ് ശതമാനം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മോശമല്ല, തരക്കേടില്ലാത്ത പോളിംഗ് ശതമാനമുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. ജനങ്ങൾ വലിയ ആവേശത്തോടെ ഇറങ്ങി വന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. എന്ത് തീരുമാനിച്ചാണെന്ന കാര്യം നമുക്കറിയണമെങ്കിൽ അത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൻ്റെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വരുന്നുണ്ട്, മടിയില്ലാതെ ഇറങ്ങി വരുന്നുണ്ട്. പ്രായമുള്ള മനുഷ്യരൊക്കെ രാവിലെ തന്നെ വന്ന് അവർ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇത്തവണത്തെ വോട്ട് ചെയ്യണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉള്ളവർ തോന്നുന്നുണ്ട്. മന്ത്രി പി രാജീവും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് മന്ത്രി പി രാജീവ് സംസാരിക്കും. അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലെ ചോദ്യമൊക്കെ എന്തായാലും ഇനി ഉണ്ടാവും. നിയമമന്ത്രി കൂടിയാണ്. ഒരു ചേട്ടൻ നടക്കാനൊന്നും വയ്യ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് നേരത്തെ വോട്ട് ചെയ്ത ഒരു ചേട്ടൻ്റെ ദൃശ്യങ്ങളാണ്. ഒട്ടും വയ്യാത്തൊരു ചേട്ടനാണ്. അപ്പോൾ അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഈ ചേട്ടൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി അവിടെ വന്നു. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിന് നല്ല മനോഹരമായ മൂർത്തമായ സുന്ദരമായ കാഴ്ചകളാണ്. പ്രായമുള്ള മനുഷ്യരും പ്രായമുള്ളവരും ആൾക്കാരും വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാരും ഒക്കെ വന്ന ഒരു സമ്മതിദാനത്തിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.